1522 സെപ്റ്റംബർ 6 സ്പെയിനിലെ സാൻ ലൂക്കാര ദെ ബർമേദ തുറമുഖത്ത് വന്ന ചെറുകപ്പൽ വിക്ടോറിയയെ കണ്ടപ്പോൾ ജനക്കൂട്ടം ആശ്ചര്യത്തോടെ കണ്ണുകൾ ഉറച്ചു നിന്നു. പുറപ്പെടുമ്പോൾ 5 കപ്പലുകളും 270 പുരുഷന്മാരും ഉണ്ടായിരുന്ന മഹാപ്രയാണത്തിൽ നിന്നും ജീവിച്ചെത്തിയത് വെറും 18 പേരും ഏകമായി ബാക്കി നിന്നൊരു കപ്പലും മാത്രം. പക്ഷേ ആ കപ്പലിന്റെ കഥ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഏറെ പ്രകാശിക്കുന്ന ഒന്നാണ്. ഈ യാത്രയുടെ നായകൻ പോർച്ചുഗീസുകാരനായ ഫ്രെഡിനാൻഡ് മഗല്ലൻ ആയിരുന്നു. 1519 സെപ്റ്റംബർ 20 സ്പെയിൻ രാജാവ് ചാൾസ് ഒന്നാമന്റെ അനുഗ്രഹത്തോടെ 5 കപ്പലുകളും വലിയൊരു സംഘവുമായി യാത്ര തിരിച്ചു. ലക്ഷ്യം പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന സ്പൈസ് ദ്വീപുകളിലേക്കുള്ള പുതിയ പടിഞ്ഞാറൻ കടൽപാത കണ്ടെത്തുകയായിരുന്നു. അത് യൂറോപ്യൻ ശക്തികളെ വ്യാപാരത്തിലും അധികാരത്തിലും മുന്നിലെത്തിക്കുന്ന ഒരു ചരിത്രപരമായ ശ്രമമായിരുന്നു. അദ്ദേഹവും സംഘവും അറ്റ്ലാന്റിക് കടന്ന് 1520 നവംബർ 1 പിന്നീട് മഗലാന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ട്രെയ്റ്റ് ഓഫ് മഗലാൻ വഴിയെ കടന്നുപോയി. അതിനുശേഷം അവർ പ്രവേശിച്ചത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിശാല സമുദ്രത്തിലേക്കായിരുന്നു. മഗലൻ അതിന് പേരിട്ടത് മാർ പസഫിക്കോ അഥവാ ശാന്തസമുദ്രം എന്നായിരുന്നു. എന്നാൽ യാത്ര ശാന്തമായിരുന്നില്ല. 98 ദിവസം നീണ്ട കടൽ യാത്രയിൽ വിശപ്പും രോഗങ്ങളും മരണം വരെ എത്തിച്ച കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നു. അവസാനം അവർ എത്തിയത് ഫിലിപ്പൈൻസിലെ ദ്വീപുകളിലേക്കായിരുന്നു. പക്ഷേ അവിടെ 1521 ഏപ്രിൽ 27 ഒരു പ്രാദേശിക സംഘർഷത്തിൽ മഗലൻ കൊല്ലപ്പെട്ടു. ഇതോടെ യാത്രയുടെ തുടർഭാരവും തീരുമാനങ്ങളും പുതിയ നായകൻ ജുവാൻ സെബാസ്റ്റ്യൻ എൽക്കാനോ ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് വിക്ടോറിയയും ചെറിയൊരു സംഘവും പിന്നീട് യാത്ര തുടരുന്നത്. 1522 സെപ്റ്റംബർ 6 3 വർഷത്തെ മഹാസാഹസിക യാത്രയ്ക്ക് ശേഷം വിക്ടോറിയ തിരികെ എത്തി. 5 കപ്പലുകളിൽ നിന്ന് രക്ഷപ്പെട്ട ഏക കപ്പൽ അതായിരുന്നു. 270 പേരിൽ നിന്ന് 18 പേർ മാത്രമാണ് ജീവനോടെ തിരിച്ചെത്തിയത്. എന്നാൽ അവർക്കൊപ്പം 26 ടൺ വിലയേറിയ സുഗന്ധവ്യഞ്ജനങ്ങളും ഉണ്ടായിരുന്നു. ഈ സംഭവത്തിന്റെ പ്രാധാന്യം അതുല്യമാണ്. ഭൂമി ഗോളാകാരമാണെന്ന് വർഷങ്ങളായി ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ വിക്ടോറിയയുടെ പര്യടനം അത് വെളിവാക്കി. ആദ്യമായി യൂറോപ്യന്മാർ പസഫിക് സമുദ്രം കടന്ന് അതിന്റെ വിശാലതയും ഭീകരതയും തിരിച്ചറിഞ്ഞു. തുടർച്ചയായി പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചവർ ഒരു ദിവസം അവർക്ക് നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. ഇതാണ് പിന്നീട് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ രൂപപ്പെടാനുള്ള പ്രാരംഭ സൂചനയായി മാറിയത്. അന്നത്തെ സഹയാത്രികനായിരുന്ന അന്റോണിയോ പിഗാഫെട്ടെ തന്റെ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ ലോകത്തിന്റെ പുതുമകളും ജനങ്ങളുടെ സംസ്കാരങ്ങളും രേഖപ്പെടുത്തി. ഭൂമിശാസ്ത്രം, ജീവജാലം, ഭാഷകൾ, ആചാരങ്ങൾ എല്ലാം യൂറോപ്യൻ ശാസ്ത്ര ലോകത്തിന് പുതുതായി അത് തുറന്നുകൊടുത്തു. ഈ യാത്രയെ ചരിത്രകാരന്മാർ മനുഷ്യരാശി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ പ്രയാണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നീട് വന്ന ആഗോള വ്യാപാരവും യൂറോപ്യൻ സാമ്രാജ്യത്വവും ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച ഗ്ലോബലൈസേഷനും എല്ലാത്തിൻ്റെയും തുടക്കം വിക്ടോറിയയുടെ മടങ്ങിവരവിൽ നിന്നായിരുന്നു. അതിനാൽ 1522 സെപ്റ്റംബർ 6 മനുഷ്യ ചരിത്രത്തിലെ ഒരു തീർത്ഥശിലയായി തന്നെ നിലനിൽക്കുന്നു. മരണവും വിശപ്പും കൊടുങ്കാറ്റുകളും അതിജീവിച്ച വിക്ടോറിയ ഭൂമിയെ മുഴുവൻ ഒരു ഗ്രാമമായി കാണുന്ന പുതിയ ലോകത്തിൻ്റെ തുടക്ക സന്ദേശം ലോകത്തിന് നൽകി. അത് മനുഷ്യരുടെ ജിജ്ഞാസയും ധൈര്യവും ഒരിക്കലും തടയിടാനാകില്ലെന്നുള്ള തെളിവുമാണ്.